കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഹോട്ടലിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച ഒരാൾ മരിച്ചു. ഹോട്ടൽ ജീവനക്കാരനായ പശ്ചിമ ബംഗാൾ സ്വദേശി സുമിത്താണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. വൈകിട്ട് 4 മണിയോടെ ഐ ഇഡലി കഫേ ഹോട്ടലിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആളുണ്ടെന്ന് തോന്നിയപ്പോൾ നോക്കാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ ഉള്ളിൽ 2 പേര് കൂടുതലായിട്ട് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരാൾ ദേഹം മൊത്തം പൊള്ളിയിട്ട് പുള്ളീനെ തൊടാൻ പറ്റില്ല, നമുക്ക് പുള്ളിക്ക് പെയിൻ ഉണ്ട്. പക്ഷെ പുള്ളി ഓക്കെയാണ്, നടന്ന് കടക്കാൻ വന്നു. വേദന കൊണ്ട് അലറി കരയുവാണെങ്കിലും പുള്ളി ഇപ്പുറത്തോട്ട് കടന്നു വന്നു. പിന്നെ ഞങ്ങൾ വീശിയൊക്കെ കൊടുത്തു. പിന്നെയും നോക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാളും കൂടി ഉണ്ടായി. അത് ഹെഡ് ഇഞ്ചുറി പറ്റിയിട്ട് പുറത്തേക്ക്, അതായത് എടുത്തോണ്ട് പുറത്തേക്ക് വന്നെങ്കിലും പുള്ളി ആകെ ബ്ലഡ്, കുറേ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. വിവിധ ഭക്ഷണത്തൊഴിലാളികളായ നൂബി, ലുലു, ഇഹ്യാൻ അലി, കിരൺ എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഉഗ്രശബ്ദത്തോടെയായിരുന്നു ഹോട്ടലിന്റെ അടുക്കള ഭാഗത്ത് പൊട്ടിത്തെറിയുണ്ടായത്. പൊള്ളലേറ്റും മുറിവേറ്റും പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയവരെ സമീപത്തുണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഈ സമയം കടയിൽ ഭക്ഷണം കഴിക്കാൻ നിരവധി പേരുണ്ടായിരുന്നു. അടുക്കള ഭാഗത്ത് ജോലി ചെയ്തവർക്കാണ് പരിക്കേറ്റത്. കടയുടെ മുൻഭാഗത്തേക്കോ സമീപ കടകളിലേക്കോ സ്ഫോടനത്തിന്റെ വലിയ ആഘാതം എത്താതിരുന്നതിനാൽ കൂടുതൽ അപകടമൊഴിവായി. ഫോറൻസിക് പരിശോധന നടത്തുമെന്നും സുരക്ഷാ വീഴ്ച പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. സുരക്ഷാ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ഈ ബോയിലറുമായിട്ട് ബന്ധപ്പെട്ട് കൺസേൺ ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഗ്യാസ് സിലിണ്ടർ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് ബ്ലാസ്റ്റ് ആയിട്ടില്ല. ഈ പറഞ്ഞ ബോയിലറുമായിട്ട് ബന്ധപ്പെട്ട് ബോയിലറാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഹോട്ടലിന്റെ മുൻഭാഗത്തെ മേശയിൽ രക്തം തളം കെട്ടി നിൽക്കുകയാണ്. ആദ്യം സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണെന്നായിരുന്നു കരുതിയത്. ജനം, കൊച്ചി.